ചാള, ഇതാണ് നെയ്ച്ചാളയുടെ കുട്ടി. ഇത് എന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ഇത് പരവ, മഞ്ഞപ്പാര എന്ന് പറയും, ആ മീനാണ്. പിന്നെ നമുക്കുള്ളത് വാള. അങ്ങനെ ഇന്ന് 3 സൈസ് മീനുണ്ട്. കറി ഇടുന്ന് തിളക്കിയാണ്. മഞ്ഞപ്പാര മീൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. തേങ്ങ അരച്ച് വയ്ക്കുന്ന കറിയാണ്. എല്ലാ അരപ്പും ഞാൻ ഇന്ന് പറഞ്ഞു തരും എൻ്റെ വീഡിയോയിൽ. പ്രത്യേകിച്ച് പറയുന്നില്ല. ഇതാ പുളിയും മോളോ അത് കണക്ക് അരച്ച് വെച്ചിട്ടുണ്ട്. അതും നമുക്ക് പുളിയും മോളോ ആക്കാം. പിന്നെ ഇതാ കൊച്ചു ചാളയാണ് ഞാൻ കഴുകി വെച്ചേക്കാണ്, കണ്ടിച്ച് കഴുകി വെച്ചേക്കാണ്. അത് നമുക്ക് ഈ കറി തിളയ്ക്കുമ്പോൾ ഇട്ട് കൊടുക്കാം. പിന്നെ അതാണ്ട് വാളയും കൊച്ചു ചാളയും കൂടി ഞാൻ അരപ്പ് പുരട്ടി വെച്ചേക്കണം. നമുക്കത് പൊരിക്കണം. ഇന്ന് ഉച്ചത്തേക്കാണ്. തക്കാളി ഇട്ട് കൊടുക്കുക അതിനകത്ത് കേട്ടോ. തക്കാളി കിടക്കട്ടെ, കിടന്ന് തിളക്കട്ടെ ഇവിടെ കിടന്ന്. അങ്ങനെ നമുക്കിന്ന് പുളിയും മുളകൊക്കെ വയ്ക്കാം. കറി പുളിയും മുളത്തിന് ഉപ്പ് കിടക്കട്ടെ കേട്ടോ. ഇതിലെന്ന് വെച്ചാൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, നല്ലോളവ് പൊടി, ഉലുവാപ്പൊടി ഇത്രയും അരച്ചിട്ടുണ്ട്. ഇച്ചിരി പുളി അരച്ചിട്ടുണ്ട്. പെണം പുളിയല്ല, സാധാ പുളി. പിന്നെ തക്കാളി അരിഞ്ഞിട്ടതേ ഉള്ളൂ. ഇത് നല്ലോണം തിളച്ചിട്ട് പിന്നെ കൊച്ചുള്ളി ഉണ്ട് കേട്ടോ അരപ്പിൻ്റെ കൂടെ. എന്നിട്ട് നമുക്ക് തിളച്ചിട്ട് മീൻ വാരിയിട്ട് കൊടുക്കാം. എന്നിട്ട് പറ്റിച്ചെടുക്കാം. നല്ല പുളിമുളക് കടുവും കൂടി വറുത്താൽ അടിപൊളിയായിരിക്കും. വേവുന്ന കിഴങ്ങ് കിട്ടി കേട്ടോ. ഇവിടെ 4 കിലോ കിഴങ്ങ് 100 രൂപ. അങ്ങനെ ഞാൻ 2 കിലോ 50 രൂപ ഒടിച്ച് മേടിച്ച്. കുറച്ചേ എടുത്തുള്ളൂ, ചെറിയ കിഴങ്ങ് എടുത്താൽ അത് മതി. അപ്പം അത് നമുക്ക് അരപ്പ് വരട്ടെ. അത് ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ഒക്കെ ചേർത്ത് ഇത്തിരി വെള്ളം ഒഴിച്ച് ഇത് നമുക്ക് കഴിക്കാം. കറിവേപ്പില തേങ്ങയൊക്കെ വേണം. ഇപ്പം നമുക്ക് ചെറുതായിട്ട് മതി, ഇത് മതി കേട്ടോ. അല്ലാതെ നമുക്ക് ഇത്തിരി തേങ്ങ, കറിവേപ്പില, വെളുത്തുള്ളി, ജീരകം എല്ലാം കൂടി വെച്ച് അരപ്പിട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം നമ്മൾ ചെറുതായിട്ടൊന്നും വലിയ ടേസ്റ്റ് ഇന്ന് വലിയ ഇതൊന്നും വേണ്ട. പുളിയും മുളകൊക്കെ ഉണ്ട്. കുറച്ച് ടേസ്റ്റ് ഒന്ന് കുറഞ്ഞിരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് എളുപ്പ പണി തീർക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. നമുക്കെടുത്ത് അടുപ്പി വെച്ചിട്ട് പിന്നെ ഇത് ഉടച്ചെടുക്കാം. ഇങ്ങനെയും കൊള്ളാം കേട്ടോ, ഇങ്ങനെയും കൊള്ളാം. പിന്നെ പാര കറി വെച്ചത് പറ്റി നമുക്ക് തീ അണച്ചു കൊടുക്കാം. നെയ്യ് തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി അവിടെ ഇരുന്ന് തെളിഞ്ഞു കൊടുക്കാം കേട്ടോ. നല്ല രുചി കേട്ടോ, അടിപൊളി. എന്തായാലും നമ്മളെ ചാള താണ്ട ഒക്കെയുള്ള കറി തിളക്കിയാണ്. അപ്പം ഈ കൊച്ചു ചാള ഇട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ തലയും ചാള എന്നാണ് നമ്മൾ പറയുന്നത്. നെയ്ച്ചാളയുടെ കുട്ടിയാണ് കേട്ടോ. ഇത് കുറച്ചിട്ട് നമുക്കൊന്ന് പുളിയും മുളകും വെച്ചാൽ നല്ല കിഴങ്ങിൻ്റെ കൂടെ കൂട്ടാൻ കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് കരണ്ടി ഉണ്ടെന്ന് ഇളക്കി കൊടുത്താൽ അത് അവിടെ കിടന്ന് ഇളകിക്കോളും കേട്ടോ. ഇളവട്ടെ. എന്നിട്ട് നമുക്ക് പറ്റിച്ചെടുത്ത് കടുവും കൂടി വറുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. കിഴങ്ങ് നല്ലോണം ഉടഞ്ഞു കേട്ടോ, അടിപൊളിയായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മീൻ പൊരിക്കാൻ എണ്ണ ഒഴിക്കാം കേട്ടോ. എണ്ണ ഒഴിക്കട്ടെ, മീൻ പൊരിക്കുക. എന്നിട്ട് നമുക്ക് വാള ഇങ്ങനെ പറക്കി വെച്ച് കൊടുക്കാം. അതൊന്ന് പൊരിക്കട്ടെ. അപ്പം അതും കൂടി പൊരിച്ച് നമുക്ക് പുളിമോളം, തേങ്ങ അരച്ച കറി, കിഴങ്ങ്, വാള പൊരിച്ചത്, ചാള പൊരിച്ചത്, ഇത്രയും. നമുക്ക് എന്തായാലും വാള ഇടങ്ങ് പൊരിച്ചെടുക്കാം. ചാള പിന്നെ പൊരിച്ചെടുക്കാം കേട്ടോ. അവിടെ കിടന്നങ്ങ് അടിപൊളിയായിട്ട് പൊരിയട്ടെ. കറിവേപ്പില ഉള്ളവരാണെങ്കിൽ എണ്ണയ്ക്കകത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് വറക്കി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കറിവേപ്പില ഇപ്പം ഇരിക്കുന്നതെല്ലാം പുഴു, അതുകൊണ്ട് പിച്ചിയില്ല, വേണ്ട. വാള പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വാള എന്തായാലും പൊരിച്ച് നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വാള പൊരിച്ചത്. നമ്മുടെ പുളിയും മുളം എന്താ പറ്റിക്കൊണ്ടിരിക്കും. കൊച്ചു ചാള കിട്ടുമ്പോൾ നിങ്ങൾ ഇതേണ പുളിയും മുളം വെക്കണം. നല്ലോളവും മുളക് പൊടിയും മല്ലിപ്പൊടിയും പുളിയും എല്ലാം കൂടി ഇട്ട്, ചിലവർ പെണംപുളി ഇടും, സാധാ പുളി ഇട്ട് വെച്ചാലും ടേസ്റ്റാണ്. എന്നിട്ട് കടുവും കൂടി വറുത്ത് കിഴങ്ങും വെച്ചാൽ നമുക്ക് സൂപ്പറായിട്ട് കഴിക്കാം. അതിൻ്റെ പുറത്തൊഴിച്ചിട്ട് കഴിക്കാം കേട്ടോ. കറി പറ്റി വരട്ടെ. എന്നിട്ട് നമുക്ക് കടുവും കൂടി വറക്കാം കേട്ടോ. ചാള പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണ, ബാക്കി എണ്ണയ്ക്കകത്ത് ഈ ചാള വറക്കിയിട്ട് കൊടുക്കാം. വേണമെങ്കിൽ വെച്ച് എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം എല്ലാം കൂടി നേരെ വെച്ച് എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം നമുക്ക് കേട്ടോ. എന്നിട്ട് ഇതും പൊരിച്ചെടുക്കാം. ചാള പൊരിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഒക്കെ എടുത്ത് മാറ്റാം കേട്ടോ. ചാള പൊരിഞ്ഞു. എൻ്റെ കൊച്ചു ചാള പുളിമുളം വെച്ച് കടുവറുത്ത് വെച്ചിട്ടുണ്ട്, പറ്റിച്ച് കണ്ടോ. അത് കണക്ക് വാളയും ചാളയും ഞാൻ പൊരിച്ച്, പിന്നെ നമ്മുടെ മഞ്ഞപ്പാര കൂട്ടാൻ വെച്ച് പെണംപുളിയൊക്കെ ഇട്ടാണ് അടിപൊളി. നെയ്തിരിക്കുന്ന കേട്ടാക്കളെ. ഇത് കടു വറുത്തിട്ടില്ല കേട്ടോ. അതാ കറി പറ്റി എൻ്റെ നെയ്യാണ് കേട്ടോ. പിന്നെ നമ്മുടെ കിഴങ്ങ് കൂട്ടാൻ വെച്ച്. അങ്ങനെ എൻ്റെ പൊന്നു മക്കളെ ഇന്ന് ഇത്രയേ വെച്ചിട്ടുള്ളൂ. എല്ലാവരും വരി. പിന്നെ കിട്ടിയില്ലെന്നൊന്നും ഉണ്ണാൻ വിളിച്ചില്ലെന്ന് പരാതി പറയരുത്. എല്ലാവരും വിളിച്ചേക്കാണ് കേട്ടോ. ബൈ ബൈ.